السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجه وأمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا. صدق الله العظيم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുകയും അവിടുത്തെ മദ്ഹുകൾ, അവിടുത്തെ ജീവിതചര്യകൾ, ചരിത്രങ്ങൾ ഓർക്കുന്നതിലൂടെ, അനുസ്മരിക്കുന്നതിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവിടുത്തെ അധ്യാപനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മഹബ്ബത്ത് ലോകവിശ്വാസികൾ, ലോക മുസ്ലിങ്ങൾ ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ പ്രകടിപ്പിക്കുകയും വിശുദ്ധ നബിയുടെ ഈ ഒരു ജന്മദിനത്തിന്റെ സുദിനത്തിൽ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമായി പിറന്ന ഒരാൾക്കും തന്നെ ഈ ഒരു സുദിനത്തിൽ സന്തോഷിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം പരിശുദ്ധമായ ഈ തൗഹീദ്, പരിശുദ്ധമായ ഈ ദീന്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത്. പരിശുദ്ധമായ ഖുർആൻ നമുക്ക് സമ്മാനിച്ചതും വിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കും വലിയൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം, ഹിദായത്ത് എന്ന് പറയുന്ന വലിയ സൗഭാഗ്യത്തിന്റെ കാരണക്കാരൻ നബി തങ്ങളായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഒരു കടമയുടെയും കടപ്പാടിന്റെയും ഭാഗമായി കൊണ്ട് ആ വലിയ അനുഗ്രഹം നമുക്ക് ലഭിച്ച ഒരു സമയത്തും മാസത്തിലും പ്രത്യേകിച്ച് നമ്മൾ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അത് ഏതൊരു വിശ്വാസിയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ സ്വന്തത്തെക്കാൾ നാം ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത് നബി തങ്ങളോടാണ്. ഞാൻ ഇവിടെ ഓതി വെച്ച ആയത്തിൽ പറയുന്നത്, النبي أولى بالمؤمنين من أنفسهم. النبي റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔല ബിൽ മുഅ്മിനീൻ, ഏറ്റവും ഔലയായിട്ടുള്ളത്, ഏറ്റവും സമീപസ്ഥനായിട്ടുള്ളത്, ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളത്, ഏറ്റവും സമീപസ്ഥനായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് വിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. മിൻ അൻഫുസിഹിം, അവരുടെ ശരീരത്തെക്കാൾ, സ്വന്തം നമ്മുടെ ശരീരത്തെക്കാൾ, നമ്മുടെ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത് നമ്മുടെ ശരീരം. ഈ ശരീരത്തെക്കാൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്, നമ്മൾ അടുത്തിരിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അപ്പൊ നമ്മുടെ ശരീരത്തെക്കാൾ അടുപ്പം, ബന്ധം, കടമ, കടപ്പാട്, സ്നേഹം
ശരീരത്തെ നാം സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. ശരീരത്തോടുള്ള കടമയേക്കാൾ അപ്പുറം നബി തങ്ങളുള്ള കടമകൾ നിർവഹിക്കണം. സ്വന്തം ശരീരത്തെ നാം പരിപാലിക്കുന്നതിനേക്കാൾ അപ്പുറമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുകയും നബി തങ്ങളെ ആ നിലക്ക് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നാം ആലോചിക്കണം, നമുക്ക് നമ്മുടെ ശരീരത്തെക്കാൾ വിശുദ്ധ നബിയെ സ്നേഹിക്കുവാനും ഇഷ്ടപ്പെടുവാനും സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കണം. അങ്ങനെയായിരുന്നു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തുൽ കിറാം, താബിഈങ്ങൾ എല്ലാം അങ്ങനെയായിരുന്നു. സ്വന്തത്തെക്കാൾ അപ്പുറമായി നബി തങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു, നബി തങ്ങളെ സ്നേഹിച്ചിരുന്നു. അതിലൂടെയാണ് നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുന്നത്. ഒരു സ്വഹാബി വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിച്ച ചരിത്രം നമുക്കറിയാലോ. എന്നാണ് നബിയെ ഖിയാമത്ത് നാൾ എന്നാണ്? അപ്പൊ ചോദിച്ചു, അതിനുവേണ്ടി എന്താണ് തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത്? അതിനുവേണ്ടി വല്ല ഒരുക്കവും നടത്തിയിട്ടുണ്ടോ? അവിടുന്ന് പറഞ്ഞു, ഇല്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല, കൂടുതൽ അമലുകളും മറ്റുള്ള പുണ്യകർമ്മങ്ങളൊന്നുമില്ല. പിന്നെന്താ ഉള്ളത്? അല്ലാഹുവിനോടും റസൂലിനോടും മഹബ്ബത്ത്, ഇഷ്ടം, സ്നേഹം, പ്രേമം, ഇഷ്ക്, ഇതാണ് എനിക്കുള്ളത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നീ അവരോടൊപ്പമാണ്. നബി തങ്ങളെ നീ ഇഷ്ടപ്പെട്ടത് കൊണ്ട് നബി തങ്ങളോടൊപ്പം നീ സ്വർഗത്തിലാണ്. അപ്പൊ നമ്മൾ ആരെയാണ് ഇഷ്ടപ്പെടേണ്ടത് എന്ന് നാം തീരുമാനിക്കേണ്ടതാണ്. വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ടാൽ, നബി തങ്ങൾ പ്രണയിച്ചാൽ, നബി തങ്ങളെ പ്രേമിച്ചാൽ, നബി തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മളെ ഹൃദയാന്തരങ്ങളിൽ നാം സന്നിവേശിപ്പിച്ചാൽ, അതിലൂടെ ഇഹത്തിലും പരത്തിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ ഒരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവന്റെ ഇഹലോകവും പരലോകവും നഷ്ടത്തിലാണ്. അങ്ങനെ ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവന്റെ ഇഹത്തിലും പരത്തിലും നഷ്ടമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന്, ഈ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ധാരാളം ത്യാഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, വേദനകൾ എല്ലാം സഹിച്ചുകൊണ്ടാണ് 23 വർഷക്കാലങ്ങൾ കൊണ്ട് ലോകത്ത് മഹാത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ദീനിന്റെ സന്ദേശത്തെ നമ്മിലേക്ക് കൈമാറിയിട്ടുള്ളത്. ആ ത്യാഗങ്ങളെ ഓർത്ത്, അത്രയും വലിയ ത്യാഗത്തിലൂടെ നമുക്ക് ലഭിച്ച ഈ ഒരു ദീനിനെ അതിന് വില കൽപ്പിക്കാതെ, അതിന്റെ നിയമങ്ങൾ, വിധിവിലക്കുകൾ അനുസരിക്കാതെ, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടാതെ, കേവലം മുസ്ലിം നാമധാരികളായിക്കൊണ്ട് നാം മുന്നോട്ട് പോയാൽ അത് നാം ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടാണ്, ഏറ്റവും വലിയ നന്ദികേടാണ്. അതുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിൽ, പുതിയ സാഹചര്യത്തിൽ, പുതിയ സന്ദർഭത്തിൽ നമ്മളെല്ലാവരെയും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് മീഡിയകളാണ്, സിനിമകളാണ്, സീരിയലുകളാണ്, സോഷ്യൽ മീഡിയകളാണ്, ഇൻസ്റ്റയിലെ റീലുകളാണ് ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈലുകൾ തീരുമാനിക്കുന്നത്. അവിടെ ഒരു തിരുത്തുമായി മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളായി മാറണം. വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനിഷ്ടങ്ങൾ, നബി തങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നാമും ഇഷ്ടപ്പെടാത്തവരായി മാറണം. അപ്പോഴേ നാം യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ. അങ്ങനെയായിരുന്നു പരിശുദ്ധ റസൂലിന്റെ സ്വഹാബത്തുൽ കിറാമും താബിഈങ്ങളും മഹാന്മാരും എല്ലാം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും, ആദ്യം ഞാനും പിന്നീട് നിങ്ങളും, എല്ലാം നമ്മുടെ ഏതൊരു കാര്യം തീരുമാനിക്കുമ്പോഴും വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണോ ഇത് എന്ന് നാം ആലോചിക്കണം. ഇത് മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കുകയും
മുത്തുനബിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാനാണ് ഓരോ വിശ്വാസിയും ശ്രമിക്കേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അല്പായുസ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഈ സമയം കഴിഞ്ഞാൽ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോവില്ല. ആ സമയത്ത് നമ്മൾ സങ്കടപ്പെടാൻ പാടില്ല. റൂഹിനെ പിടിക്കാൻ ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ റൂഹിനെങ്ങനെ വലിച്ചു കൂറുമ്പോൾ മനുഷ്യൻ പറയും റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, ഒരു സെക്കൻഡ് സമയം തരുമോ? ഒരു സെക്കൻഡ് സമയം. എന്തിനാണ് ഒരു സെക്കൻഡ് സമയം കൊണ്ട് എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും അമൽ ചെയ്യാൻ പറ്റുമോ? നിസ്കരിക്കാനോ, നോമ്പ് നോൽക്കാനോ, സദഖ കൊടുക്കാനോ മറ്റെന്തെങ്കിലും കഴിയോ? ഞാൻ സദഖ ചെയ്തോളാം, ഞാൻ പരിശുദ്ധമായ ദീനിനെ അംഗീകരിച്ചോളാം, ഞാൻ സ്വാലിഹീങ്ങളിൽപ്പെട്ടവരായിക്കൊള്ളാം, ഞാൻ നല്ല ഉത്തമയായ വനിതയായിക്കൊള്ളാം എന്ന് മരണസമയത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മരണസമയത്ത് നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. മനുഷ്യന്റെ അവധി എത്തിയാൽ, ടൈം എത്തിയാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും പിന്തിപ്പിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് സമയത്താണ് മരിക്കാന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അഥവാ വല്ല തെറ്റും സംഭവിച്ചാൽ നാളേക്ക് മാറ്റിവെക്കാതെ ഉടനെ തന്നെ തൗബ ചെയ്ത് മടങ്ങണം, ഈമാനോട് മരിക്കണം. അതിനാണ് ഇത്തരം സംഗമങ്ങളും കൂടിച്ചേരലുകളുമില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.